ഹലോ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. എനിക്ക് നല്ല സൗണ്ടിലൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പല്ലൊന്ന് കൂട്ടി പിടിച്ചാണ് സംസാരിക്കണത്. പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ ഈ പല്ല് കൂട്ടി സംസാരിക്കാൻ കാരണം വായിലൊരു മുറിവുണ്ട് കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊന്ന് കൗണ്ട് കുറഞ്ഞായിരുന്നു. ആ സമയത്ത് എനിക്ക് വായിൽ ഒരു മുറിവ്, നമുക്ക് കൗണ്ടൊക്കെ കുറയുമ്പോൾ അതുപോലെ വിറ്റാമിനൊക്കെ കുറയുമ്പോൾ മുറിവ് വരുമല്ലോ. അപ്പം അങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പല്ല് കൊള്ളൂടെ, അണപ്പല്ലിൻ്റെ ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ പല്ല് കൊള്ളണോണ്ട് നല്ല ഇങ്ങനെ എപ്പോഴും ചിരിച്ച് കളിച്ച് സംസാരിക്കണ പോലെയൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ കാരണം പല്ല് കുട്ടിയായിട്ടാണ് സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വരാൻ കാര്യം, നമുക്കിവിടെ മഴയുണ്ട് കേട്ടോ. മഴ, ഞാൻ പാക്കിങ് നിർത്തി വെച്ചേക്കുവാണെന്നൊരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെയിൽ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേരത് കാണും. പക്ഷെ അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചാനൽ നോക്കുക പോലുമില്ല, തിരിഞ്ഞ് നോക്കുക പോലുമില്ല. ഞാൻ ഈ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 200 പേര് 100 പേരൊക്കെ ആയിരിക്കും അത് കാണണം. ഒരാഴ്ച കൊണ്ടായിരിക്കും ഒരു 200-250 പേരെങ്കിലും ആ വീഡിയോ ഒന്ന് കാണുന്നത്. അപ്പോൾ ഇവരാരും ചാനലിലോട്ട് തിരിഞ്ഞ് നോക്കുക പോലുമില്ല. എന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കും, നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ് എന്താണ് കിട്ടാത്തതെന്ന് ചോദിച്ച് അയക്കുമ്പോൾ ഞാനിപ്പോൾ ആ ലിങ്ക് എടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കാരണം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് പ്ലാൻസ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കവള് വേദന ഉണ്ട് കേട്ടോ. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്നാലും എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് 3 മാസം അല്ലെങ്കിൽ 4 മാസം പ്ലാൻസ് കൊടുക്കാൻ പെൻഡിങ് ഉള്ളവർ വരെ ഉണ്ട് കേട്ടോ. അതായത് അവരുദ്ദേശിക്കുന്ന പ്രീ ഓർഡർ അല്ലാതെയാണ് കേട്ടോ. അവർ ഓർഡർ ചെയ്ത പ്ലാൻസ് നമുക്ക് സ്റ്റോക്കില്ലാണ്ടോ, അല്ലെങ്കിൽ എന്നോട് അത്രയും സ്നേഹം പുലർത്തി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എനിക്ക് അത് വിദ്യ എന്ന് പറഞ്ഞ ഒരു ചേച്ചി, ഞാൻ കസ്റ്റമർ എന്നൊന്നും പറയാറില്ല, എൻ്റെ ഒരു ചേച്ചിയെ പോലെയാണ്. അപ്പോൾ വിദ്യ എന്ന് പറയുന്ന ചേച്ചി, അതുപോലെ തന്നെ കുറച്ച് ആളുകളുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എത്ര മാസം വേണമെങ്കിലും പ്ലാൻസ് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ മെസ്സേജ് വന്നേക്കണ കണ്ടപ്പോഴത്തേക്കും ഞാനത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കണ പോലെയാണ് വന്നേക്കുന്നത്. അതായത് ഒരു ലിങ്ക് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീറ്റിംഗ് മെസ്സേജ് ഓൾറെഡി അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അങ്ങനെ ഗ്രീറ്റിംഗ് മെസ്സേജ് ചെന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വോയിസ് അത് കേൾക്കുന്നില്ല. രണ്ടാമത് ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അശ്വിനി ഇത് പറ്റിപ്പാണല്ലേ അങ്ങനെ ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചേക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ അയക്കുന്നത് തന്നെ. ഞാൻ എന്താണ് അങ്ങനെ എനിക്ക് സങ്കടം വന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അത്യാവശ്യം പ്ലാൻസ് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഏറ്റവും നല്ല രീതിയിൽ അവിടെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പാക്ക് ചെയ്തൊക്കെ അയക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ സങ്കടം വരാൻ കാര്യം അതാണ്. അപ്പോൾ ഞാൻ തിരിച്ചയച്ചു, മനസ്സിലായില്ല മാം, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുക, മാം എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ, വെറുതെ ഒരു മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആരാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല, കാരണം എൻ്റെ ഇതിൽ ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് വന്നേക്കണത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മെസ്സേജ് വരാത്ത കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് വാട്സപ്പ് വഴി എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാം എന്തെങ്കിലും, അപ്പോഴും എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. ഈ പല്ല് ഇങ്ങനെ ഇത് എന്ന് വെച്ചാൽ നല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു സംസാരമാണ്. ഞാൻ എൻ്റെ 2 ഇതും കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, മാം എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ, എനിക്ക് ഇതിൽ മെസ്സേജ് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നിർത്തും. നിങ്ങൾ മുകളിൽ ഇത്ര ദിവസത്തിന് ശേഷം ആ ചാറ്റ് ഡിസപ്പിയർ ആവുന്ന രീതിയിൽ എന്തെങ്കിലും സെറ്റിങ്സിൽ വന്ന് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അവിടെ ഒരു വട്ടത്തിലൊരിത് കാണിക്കും. അതെപ്പോഴെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. അതെനിക്കിപ്പോൾ ചിലപ്പോൾ അറിയില്ല, കൂടുതൽ അറിയില്ലാത്തവരെ വാട്സപ്പ് യൂസ് ചെയ്യാനായിട്ട്. അതെനിക്ക് അറിയാം. എനിക്ക് തന്നെ പല ഇതിലത്തെ കാര്യങ്ങൾ, ഫീച്ചർ കാര്യങ്ങളൊന്നും അറിയത്തില്ല.
നമ്മളെല്ലാം എല്ലാം എടുത്ത് നോക്കാത്തവരായതുകൊണ്ട്. അപ്പോൾ ഈ മാമിൻ്റെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ടായി ഇനി ഈ മാം മുന്നേ വല്ല ചാറ്റ് ചെയ്തത് പോയേക്കുവാണ്. അപ്പോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ മാമിന് തന്നെ കറക്റ്റായിട്ട് എന്തോ സംസാരിക്കാനായിട്ട് എന്തോ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു മാമിന് കുറച്ച് ഏജ്ഡൊക്കെ ആയ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം പറയുന്നത് എനിക്ക് തന്നെ വ്യക്തമാവുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മാം എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ? മാം എനിക്ക് വോയിസ് അയച്ചേക്കുന്നത് പറ്റിക്കുവാണോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 50 64 ഇത് ചെയ്തിട്ടുണ്ട് എന്തോ എണ്ണോ പറയുന്നു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ എന്താ പറയണേന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞാൽ ഞാൻ പണ്ട് ഓർഡർ ചെയ്തതാണ്, ഇത്ര നാളാണ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഡൗട്ടായി, അപ്പോൾ നമുക്ക് ഓർഡർ വല്ല മിസ്സായി പോയേക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് മാമിനെ ഓർഡർ ചെയ്ത് തന്നേന്ന് ചോദിച്ചു. മാമാണ് ഓർഡർ ചെയ്തത്, അല്ലെങ്കിൽ ആ നമ്പറിൽ നിന്നാണോ ഈ മെസ്സേജ് അയക്കണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ എൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് സുഖമില്ലാത്ത ഇതൊക്കെയാണ്, അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും വൈകണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ വ്യക്തമല്ല, പറയണമൊന്നും വ്യക്തമല്ല. ഞാൻ വിചാരിച്ചു എനിക്ക് വയ്യാതെയൊക്കെ ഇരുന്ന് ഏതെങ്കിലും സമയത്തായിരിക്കാം ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനി മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു, മാമിൻ്റെ കയ്യിൽ നിന്ന് ആ മെസ്സേജ് പോയിട്ടുണ്ടോ? കാരണം എനിക്ക് ഡിസപ്പിയർ ആകുമ്പോൾ ഓൾറെഡി അവരുടെ കയ്യിൽ നിന്ന് ആ ചാറ്റ് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ, എനിക്കറിയില്ല. അപ്പം മാം പറഞ്ഞു എൻ്റെ ഒരു ചാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഏത് പ്ലാൻസാണെന്ന് നോക്കി അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഗൂഗിൾ പേ ചെയ്തേക്കുന്നതും മാം ഓർഡർ ചെയ്തേക്കുന്നതും എനിക്ക് അയച്ചു തരാം, കാരണം എൻ്റെ കയ്യിൽ അതില്ല, ചാറ്റില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് വിഷമമായ കാര്യം ഞാൻ പറഞ്ഞു, മാം ഇപ്പോൾ പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ പറയുക, മോളെ അല്ലെങ്കിൽ അശ്വിനി ഇങ്ങനെ പ്ലാന്റ് വന്നിട്ടില്ല, എന്താണ് ഇത്ര നാളായിട്ട് അയക്കാത്തത്? കാരണം നമ്മളോട് എല്ലാവരോടും അങ്ങനെയാണ് എല്ലാവരും പെരുമാറാറല്ലേ. നമ്മളൊരു സെയിൽ ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറ്റിപ്പാണല്ലേ എന്ന് ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബുദ്ധിമുട്ട് വരിക. കാരണം ഞാൻ എത്ര നാളായി ഈ ഒരു ഇതിൽ നിൽക്കുന്നതല്ലേ. ഞാൻ ഇതുപോലെ ഒരുപാട് സെയിൽ ചെയ്യുന്നവരുടെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ, വളരെ മോശമായിട്ട്. എനിക്ക് കുറവാണ്, എനിക്കങ്ങനെ വരാറില്ല, കമൻറ്റ് തന്നെ വരുന്നത് കുറവാണ്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, കമൻറ്റ് എന്നെ ചെയ്യുന്നത് ആളുകൾ കുറവാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എനിക്ക് കമൻറ്റ് തന്നെ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ മറ്റു ചാനലൊക്കെ ഫോളോ ചെയ്യുന്നതാണ് യൂട്യൂബിൽ. അപ്പോൾ അവരുടെയൊക്കെ സെയിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ പറ്റിപ്പാണോ അങ്ങനെയൊക്കെ ചോദിക്കണം. ഞാൻ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇവരെന്തൊരു മനുഷ്യരാണ്, അവർ ഇത്രയും സജീവമായി യൂട്യൂബിലുണ്ട്, അവർ സെയിൽ ചെയ്യുന്നു, അവർക്ക് വെച്ചടി വളർച്ചയാണ്. അങ്ങനെയൊക്കെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണ്, വയനാടൻ ടച്ച് ഗാർഡൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു യൂട്യൂബ് ചാനലാണത്, ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഞാൻ എന്ന് അത് കാണുന്നു അന്ന് തൊട്ട് ഞാൻ കമൻസൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കാണാറുണ്ട് ഇതുപോലെയുള്ള കമൻസൊക്കെ. അവർ വളരെ മാന്യമായിട്ട് നിങ്ങൾ ഏത് ഐ ഡിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അങ്ങനെയൊക്കെ ചോദിച്ചു. ഒരുപാട് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വന്നതിന് ശേഷമാണ് തോന്നുന്നു അവർ ഓൺലൈൻ രീതിയിലായി. കാരണം ആരും ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്ത് പറയുന്നത് കറക്റ്റ് അപ്ഡേഷൻ പോലും യൂട്യൂബിലിട്ട് അതുപോലും നോക്കില്ല കസ്റ്റമേഴ്സ്. നമ്മളെ വന്ന് വായി തോന്നിയതെന്തും പറയാം, അങ്ങനെ ഒരു ഇതായിരിക്കാം. പക്ഷേ എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ആദ്യമായിട്ടാണ്, കാരണം എന്നോട് കൂടുതൽ സ്നേഹമുള്ളവരാണ്. ഞാൻ അധികമൊന്നും ഇപ്പോൾ വലിയ ഗാർഡൻ പോലെ സെയിൽ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായ, ഇപ്പം ഇത്ര നേരമായിട്ടും ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്ത കുട്ടിയോട് സംസാരിക്കാൻ പറ, കാരണം ഞാൻ പറയുന്നു ആ മാമിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനി ഓർഡർ ചെയ്ത കുട്ടിയോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ വോയിസ് കേട്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് വളരെ ഇന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് പോലും അറിയില്ല. എനിക്ക് വളരെ വിഷമമായ കാര്യം, കാരണം ഞാൻ പ്ലാൻസ് ഒരുപാട് കൊടുക്കാനുള്ള വ്യക്തികളുണ്ട്, പെൻഡിങ്ങിലുള്ളവരുണ്ട്. അവരൊക്കെ നമ്മളെ കൊടുക്കുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണോ എന്ന് പറഞ്ഞ് ഓക്കെ ആയിട്ട് ഇരിക്കുവാണ്. ഇപ്പോൾ അത് പറ്റാത്തവരാണെങ്കിലും നമ്മളോട് വന്ന് പറയും, മോളെ എന്താ അയക്കാത്ത ഇത്ര ദിവസമായി. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരതിൽ ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ മഴ കാരണം അയക്കാത്തത്, കാരണം മഴ കൊണ്ട് അയച്ചവർക്കൊക്കെ കാട്ടാനൊക്കെ പോയാണ് അവിടെ കിട്ടിക്കുന്നത്. നമ്മൾ നല്ല സൂക്ഷിച്ചൊക്കെയാണ് അയക്കുന്നതെങ്കിലും എത്ര ദൂരം ഇത് വരുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി തടഞ്ഞൊക്കെ ഇട്ടൊക്കെ പോവുകയാണ്. ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അമ്മ വീട്ടിലാണ്. ഇപ്പം അമ്മ വീട്ടിൽ ഇതാണ് നിങ്ങൾ കാണുന്നത്, ഇവിടെ മഴയാണ്. ഇവിടത്തെ പോലെയല്ല, ഞാൻ വലിച്ചൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചെളിഞ്ഞ് ഇവിടെ അങ്ങനെ ആകെ മോശമായിട്ടാണ് വരുന്നത്.
പിന്നെ നമ്മൾ അയക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എന്നോട് ചോദിച്ചോളൂ. നമ്മുടെ ഒരു ദിവസം കളയുന്ന രീതിയിൽ നമുക്ക് വിഷമാവുന്ന രീതിയിൽ പറ്റിപ്പാണോ അങ്ങനെയൊന്നും നിങ്ങൾ മെസ്സേജ് ഇടരുത് കേട്ടോ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഈ മെസ്സേജ് അയച്ച വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ആണെങ്കിലും ഞാൻ ഇങ്ങനെ എനിക്ക് വിഷമമായത്. അപ്പോൾ ഇത്ര നേരമായിട്ടും എനിക്ക് അങ്ങനെ ഒരു റിപ്ലൈ പോലും കിട്ടിയില്ല. അപ്പോൾ ഇനി ആ ടീച്ചറിൻ്റെ ഓർഡർ ചെയ്ത കുട്ടി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഏത് പ്ലാന്റാണ് ഓർഡർ ചെയ്തത്, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസ് ആയിക്കോട്ടെ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കിപ്പോൾ ടീച്ചറുടെ അടുത്ത് തിരിച്ച് വന്ന് സംസാരിക്കാനായിട്ട് ഞാൻ സംസാരിച്ചാലും ടീച്ചർക്ക് മനസ്സിലാവും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ യൂട്യൂബിൽ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സെയിൽ വീഡിയോ യൂട്യൂബ് വഴി അപ്ഡേഷൻസ് അല്ലേ. അപ്പോൾ സെയിൽ വീഡിയോ കണ്ട് അതിൽ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഫോളോ ചെയ്യുക, അപ്ഡേഷനും കാര്യങ്ങളും നോക്കുക. നിങ്ങൾക്ക് പ്ലാൻസ് വന്നില്ല, അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചാനലൊന്ന് നോക്കുക കേട്ടോ. അല്ലാതെ സെയിലിന് മാത്രം ഓടി വന്ന് കുറച്ച് പ്ലാൻസ് ഓർഡർ ചെയ്യാൻ മാത്രം, അതും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടിട്ട് പോലും അല്ല ആളുകൾ പ്ലാൻസ് ഓർഡർ ചെയ്യണം. ഒരു 100ഓളം സംശയം എല്ലാം പറഞ്ഞ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഞാൻ സെയിൽ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് പോലും അത് കൃത്യമായിട്ട് കാണാണ്ട് വന്ന് ഒരു 100ഓളം സംശയങ്ങൾ ഇരുന്ന് തുരുതുരാ ചോദിക്കുന്നവരുണ്ട്. നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ തുരുതുരാ വിളിയാണ്. പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പോൾ അറിയില്ലാത്തവരായിരിക്കാം. ചാനലിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം സംബന്ധിച്ച് ഓരോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് നോക്കുക. ഞാൻ എത്ര നാളായി വീഡിയോസൊക്കെ ഇടുന്നത് അതൊക്കെ നോക്കുക. അപ്പം നമ്മളിപ്പോൾ ഒരു പറ്റിക്കണ ഒരു ഇതാണെങ്കിൽ നമുക്ക് ഇത്രയും നാളും സെയിൽ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് ഇത്രയും പിന്നെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമാകും, അല്ലെങ്കിൽ വീടുകളിലാണെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാകും. ഞാൻ ഹോം ഗാർഡനാണ്, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ സിറ്റുവേഷൻസൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പാക്കിങ്ങിലാണെങ്കിലും സെയിൽ വീഡിയോ ഇടുന്നതിലൊക്കെ എന്തെങ്കിലും ഇതുണ്ടാവാം. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നവരാണ് കേട്ടോ. എല്ലാവരും മനസ്സിലാക്കുന്നവരാണ്. അതാണല്ലോ ഒരുപാട് പെൻഡിങ് വന്നാലും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് എന്താണ് ഏതാണെന്ന് അറിയാണ്ട് ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യരുത്. അതെനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് എനിക്കങ്ങനെ മെസ്സേജ് അയക്കരുത് കേട്ടോ. കാരണം ഞാൻ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവായി പോകുന്ന, ഞാൻ ഒരുപാട് ഡിപ്രഷനിൽ നിന്നൊക്കെ കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര വിഷമം വരും. അപ്പോൾ എനിക്കത് ഇനിയും ഇങ്ങനെയൊക്കെയുള്ളൊരു മെസ്സേജുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചിലപ്പോൾ പ്ലാൻസ് മഴ ആയതുകൊണ്ട് കൊറിയർ അയക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞേക്കുന്നത് അറിയാത്തവരുണ്ടാവും. അപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. നാളെ അവർ വന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുള്ള ടെൻഷൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഇതിട്ടതാണ്. ചിലപ്പോൾ ആ ഒരു അപ്ഡേഷൻ കണ്ട് 200 പേരായിരിക്കില്ല ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ആണെങ്കിൽ ഒരു 10 പേര് പുതിയതായിട്ട് ഈ വീഡിയോ കണ്ട് അവർക്കൊരു അറിവ് കിട്ടുമല്ലോ എന്താണ് ഏതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇടുന്നതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് മഴയുടെ പ്രശ്നം മാത്രമല്ല, ആരോഗ്യ പ്രശ്നവും കുറച്ച് ഇതാണ് എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വോയിസ് കൊടുക്കാൻ പോലും എനിക്ക് വയ്യാത്തൊരവസ്ഥയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാണ്ട് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തോ ഫ്രീ പ്ലാൻസ് എനിക്കറിയില്ല, ഇനി പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ ആണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ആ മാം ഓർഡർ ചെയ്തേക്കുന്ന ആളാണ്, ഇതാണെങ്കിൽ ഉറപ്പായും ആ മാമിന് പ്ലാൻസ് കൊടുക്കും കേട്ടോ. അതിൽ വേറെ തർക്കമൊന്നുമില്ല. എനിക്ക് വിഷമമായി. അപ്പം ഇനി ആരും ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കമൻസ് ഇടാതിരിക്കാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് വരാം. മഴയാണ്, ആകെ അലങ്കോലമാണ് ഇവിടെയൊക്കെ. അപ്പോൾ സെയിൽ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ.